Hi friends, welcome to Recipes Recooked. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല നാടൻ തക്കാളി കറി തയ്യാറാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് തക്കാളി കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തക്കാളി കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കടുക്, 2 പച്ചമുളകും 3 കൊച്ചുള്ളിയും വേണം. കൂടെ തന്നെ ആവശ്യത്തിന് വറ്റൽമുളകും കറിവേപ്പിലയും വേണം. അപ്പോൾ ആദ്യം തന്നെ തക്കാളിയൊക്കെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ തക്കാളിക്കറി ഞാനിവിടെ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് അടുക്കി കട്ടിയുള്ള ഏതൊരു പാനും യൂസ് ചെയ്യാം. ഇതിലോട്ടിനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. കൂടെ തന്നെ തക്കാളി വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിലോട്ടിനി 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലോട്ട് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. 1 കൊച്ചുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതിലോട്ടിനി 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കടുകും ചേർക്കാം. കടുക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ കടുക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നുള്ളു കടുക് ചേർത്താലും മതി. ഇതിലോട്ടിനി 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ അരപ്പൊക്കെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഇവിടെ തക്കാളിയും വെന്തിട്ടുണ്ട്. തക്കാളി അങ്ങനെ വെന്ത് ഉടഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ആ തക്കാളിയുടെ തൊലി ഒന്ന് വിട്ട് വരുന്ന ഒരു പരിവായാൽ മതി. ഇനി അതങ്ങ് ഉടഞ്ഞു പോയാലും സാരമൊന്നുമില്ല. ഇതിലോട്ട് ഇനി അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് അരപ്പിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഇതിലോട്ടിനി മിക്സിയുടെ ജാറൊന്ന് റിൻസ് ചെയ്തിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. കറിക്ക് ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. ഞാനിത് ഒത്തിരി ലൂസാക്കി എടുക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലോട്ട് 1 കപ്പ് വെള്ളം വരെ ചേർക്കാം. ഇനി അരപ്പിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തിളച്ച് വരണം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഈ അരപ്പൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കടുക് താളിച്ചെടുക്കാം. കടുക് താളിച്ചെടുക്കാനായിട്ട് പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ 2 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. കൊച്ചുള്ളിയുടെ നിറം ഒന്ന് മാറി വരുമ്പോൾ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ ഇവിടെ അരപ്പൊക്കെ ആവശ്യത്തിന് തിളച്ച് പച്ചപ്പൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ടിനി കടുക് താളിച്ച് ചേർക്കാം. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. തക്കാളി പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി. എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും പച്ചമുളകിൻ്റെയൊക്കെ അളവിൽ മാറ്റം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി മറ്റൊരു വ്ലോഗിലൂടെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ക്ഡ്.